സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ നിമിഷങ്ങളിലൊന്ന് ഒരു ദേവാലയത്തിനുള്ളിലല്ല സംഭവിച്ചത്. അത് അസ്സീസിയിലെ പൊതുചത്വരത്തിലാണ് നടന്നത്. പട്ടണം മുഴുവൻ ഒരുമിച്ചു കൂടിയിരുന്നു. ഒരു സമ്പന്നനായ തുണിവ്യാപാരി കോപത്തോടെ അവിടെ നിന്നു. അയാളുടെ മുന്നിൽ അയാളുടെ മകൻ ഫ്രാൻസിസ് നിന്നു. മെത്രാൻ ഇരുവർക്കും ഇടയിൽ നിന്നു. അയാളുടെ പിതാവ് ആവശ്യപ്പെട്ടു, എന്റേതായതെല്ലാം എനിക്ക് തിരികെ തരൂ. ജനക്കൂട്ടം നിശബ്ദമായി. അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പിതാവ് നൽകിയ വിലയേറിയ വസ്ത്രങ്ങൾ ഫ്രാൻസിസ് സാവധാനം ഒരു പിതാവിന്റെ കാൽക്കൽ വച്ചു. സ്വർഗ്ഗത്തിലേക്ക് നോക്കി അവൻ പ്രഖ്യാപിച്ചു, ഇന്നുവരെ ഞാൻ പിയത്രോ ബെർണർദോനെ എന്റെ പിതാവ് എന്ന് വിളിച്ചു. ഇന്നുമുതൽ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. അസീസിയിലെ ജനങ്ങൾക്ക് ഫ്രാൻസിസ് എല്ലാം നഷ്ടപ്പെട്ട ഒരു യുവാവായി തോന്നി, കുടുംബവും സമ്പത്തും ഭാവിയും യശസ്സും. എന്നാൽ ചരിത്രം മറ്റൊരു കഥയാണ് പറയുന്നത്. ഫ്രാൻസിസിന് എല്ലാം നഷ്ടപ്പെട്ട ദിവസമായിരുന്നില്ല അത്. ഫ്രാൻസിസ് എല്ലാം കണ്ടെത്തിയ ദിവസമായിരുന്നു അത്. ലോകം ഫ്രാൻസിസിനെ വിലയിരുത്തിയത് അവൻ ഉപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ദൈവം അവനെ വിലയിരുത്തിയത് അവൻ ആരായി മാറി എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നസറത്തിലെ ജനങ്ങളും യേശുവിനോട് അതേ തെറ്റ് ചെയ്തു. അവർ അവനെ വിലയിരുത്തിയത് അവന്റെ കുടുംബം, തൊഴിൽ, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അവൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് തിരിച്ചറിയുന്നതിന് പകരം. പരിചയത്തിന്റെ അന്ധത. യേശു നസറത്തിലേക്ക് മടങ്ങിവന്നു, സിനഗോഗിൽ പ്രവേശിച്ചു, പഠിപ്പിക്കാൻ തുടങ്ങി എന്ന് സുവിശേഷം പറയുന്നു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവന്റെ ജ്ഞാനം നിഷേധിക്കാനാവാത്തതായിരുന്നു. അവന്റെ വാക്കുകൾക്ക് അധികാരമുണ്ടായിരുന്നു. അവന്റെ പ്രവൃത്തികൾ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തി. എന്നാൽ ഇവൻ ശരിക്കും മശിഹ ആയിരിക്കുമോ എന്ന് ചോദിക്കുന്നതിന് പകരം അവർ ചോദിച്ചു, ഇവൻ ആശാരിയുടെ മകനല്ലേ? ഇവന്റെ അമ്മ മറിയമല്ലേ? ഇവന്റെ സഹോദരങ്ങളെ നമുക്കറിയില്ലേ? അവർ ഒരിക്കലും ചോദിക്കാത്തത് ശ്രദ്ധിക്കുക, ദൈവം ശരിക്കും ഇവനിലൂടെ സംസാരിക്കുന്നുണ്ടോ? യേശു ആരാണെന്ന് അവർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അവരുടെ പരിചയം അവരുടെ അന്ധതയായി മാറി. തങ്ങൾക്ക് അവനെ അറിയാമെന്ന് അവർ കരുതി, എന്നാൽ യാഥാർത്ഥ്യത്തിൽ അവർ അവനെ ഒരിക്കലും ശരിക്കും കണ്ടിരുന്നില്ല. അവർ ഒരു ആശാരിയെ കണ്ടു, സ്രഷ്ടാവിനെയല്ല. അവർ മറിയത്തിന്റെ മകനെ കണ്ടു, ദൈവപുത്രനെയല്ല. അവർ അയൽവാസിയെ കണ്ടു, ലോകരക്ഷകനെയല്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഒരു പ്രവാചകനും തന്റെ സ്വന്തം പട്ടണത്തിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല. നസറത്തിന്റെ ദുരന്തം യേശുവിനെ അവർ നിരസിച്ചു എന്നത് മാത്രമായിരുന്നില്ല, അതിലും ആഴമേറിയ ദുരന്തം, അവരുടെ അവിശ്വാസം ദൈവം അവർക്ക് നൽകാൻ ആഗ്രഹിച്ച അനുഗ്രഹങ്ങളുടെ വാതിൽ അടച്ചു എന്നതാണ്. വിശുദ്ധ മത്തായി ഈ ഭാഗം അവസാനിപ്പിക്കുന്നത് ഹൃദയഭേദകമായ ഒരു വാക്യത്തോടെയാണ്. അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ അവൻ പല അത്ഭുതങ്ങളും ചെയ്തില്ല. കുറവുണ്ടായിരുന്നത് ദൈവത്തിന്റെ ശക്തിയായിരുന്നില്ല, അവരുടെ വിശ്വാസമായിരുന്നു. സത്യത്തിന്റെ വിലയും കൂട്ടും. ഒന്നാം വായന സമാനമായ ഒരു കഥ പറയുന്നു. യിരെമ്യാവ് ദൈവത്തിന്റെ സന്ദേശവുമായി ജനങ്ങളുടെ മുന്നിൽ നിന്നു. ജനപ്രിയനാകാൻ അവൻ പ്രസംഗിച്ചില്ല, ജനക്കൂട്ടത്തെ പ്രീതിപ്പെടുത്താൻ സന്ദേശം മയപ്പെടുത്തിയതുമില്ല. തന്നെ ഏൽപ്പിച്ച സത്യം അവൻ വെറുതെ പറഞ്ഞു. അതിനുള്ള പ്രതിഫലം പുരോഹിതരും വ്യാജപ്രവാചകന്മാരും ആർത്തുവിളിച്ചു, ഇവൻ മരണത്തിന് അർഹനാണ്. സത്യം പലപ്പോഴും അസത്യത്തിൽ സുഖം കണ്ടെത്തിയവരെ അസ്വസ്ഥരാക്കുന്നു. എന്നിരുന്നാലും വായന അക്രമത്തിൽ അവസാനിക്കുന്നില്ല, അത് പ്രത്യാശയിൽ അവസാനിക്കുന്നു. ശഫാന്റെ മകനായ അഹീക്കാമിന്റെ കൈ യിരെമ്യാവിനെ സംരക്ഷിച്ചു എന്ന് തിരുവചനം ശാന്തമായി പറയുന്നു. ആ വാക്യം എത്ര മനോഹരമാണ്! ജനക്കൂട്ടം യിരെമ്യാവിന്റെ മരണം ആഗ്രഹിച്ചു, എന്നാൽ തന്റെ പ്രവാചകനെ സംരക്ഷിക്കാൻ ദൈവം ഇതിനകം ഒരാളെ ഒരുക്കിയിരുന്നു. എളുപ്പമുള്ള ഒരു ദൗത്യം ദൈവം യിരെമ്യാവിന് ഒരിക്കലും വാഗ്ദാനം ചെയ്തില്ല, എന്നാൽ തന്റെ ദാസൻ ഒരിക്കലും ഒറ്റക്കാവുകയില്ല എന്ന് ദൈവം വാഗ്ദാനം ചെയ്തു. ദൈവം ആരെയെങ്കിലും വിശ്വസ്തരായിരിക്കാൻ വിളിക്കുമ്പോൾ വിശ്വസ്തരായി തുടരാൻ ആവശ്യമായ കൃപയും അവിടുന്ന് നൽകുന്നു. ആ കൃപ പലപ്പോഴും നമ്മുടെ സ്വന്തം അഹീക്കാമിലൂടെയാണ് വരുന്നത്. ഒരു വിശ്വസ്ത സുഹൃത്ത്, സ്നേഹമുള്ള ജീവിത പങ്കാളി, ജ്ഞാനിയായ മാതാപിതാവ്, ആത്മീയ ഗുരു, അല്ലെങ്കിൽ ദൈവം നിശബ്ദമായി നമ്മുടെ അരികിൽ വച്ച ഒരാൾ. ദൈവത്തിന്റെ ദാസന്മാർ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. നമ്മെ ദൈവത്തെ തിരിച്ചറിയുന്നതിൽ നിന്ന് തടയുന്നത് എന്താണ്? ഈ രണ്ട് വായനകളും ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നു. ദൈവത്തെ തിരിച്ചറിയുന്നതിൽ നിന്ന് നമ്മെ എന്താണ് തടയുന്നത്? മിക്കപ്പോഴും ഉത്തരം പരിചയമാണ്. വിശുദ്ധ കാര്യങ്ങളോട് നാം അത്രമേൽ ശീലിച്ചു പോകുന്നു, അവ ഇനി നമ്മെ അത്ഭുതപ്പെടുത്തുന്നില്ല. എല്ലാ ഞായറാഴ്ചയും നാം സുവിശേഷം കേൾക്കുന്നു. പതിവായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. ചിന്തയില്ലാതെ കുരിശടയാളം വരയ്ക്കുന്നു. ജപമാലകൾ പോക്കറ്റിൽ കൊണ്ടു നടക്കുന്നു. ബൈബിളുകൾ അലമാരയിൽ സൂക്ഷിക്കുന്നു. പ്രാർത്ഥനകൾ ഹൃദിസ്ഥമായി അറിയാം.
എന്നാൽ എവിടെയോ വച്ച് ശീലം ഭക്തിയെ നിശബ്ദമായി മാറ്റിവയ്ക്കുന്നു, പതിവ് ആശ്ചര്യത്തെ മാറ്റിവയ്ക്കുന്നു, പരിചയം വിശ്വാസത്തെ മാറ്റിവയ്ക്കുന്നു. യേശുവിനോട് വളരെ അടുത്ത് ജീവിക്കുമ്പോഴും അവനെ പൂർണ്ണമായി നഷ്ടപ്പെടുത്താൻ കഴിയുമെന്ന് നസറത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തിരസ്കാരം എപ്പോഴും പരാജയമല്ല. ഇവിടെ മറ്റൊരു പാഠമുണ്ട്. ആളുകൾ നമ്മെ നിരസിച്ചാൽ നാം എന്തെങ്കിലും തെറ്റ് ചെയ്തിരിക്കണം എന്ന് പലരും കരുതുന്നു. അത് എപ്പോഴും ശരിയല്ല. നാം അഹങ്കാരികളോ പരുഷമായി പെരുമാറിയവരോ അസംവേദനക്ഷമതയുള്ളവരോ ആയതുകൊണ്ടാണ് നിരസിക്കപ്പെട്ടതെങ്കിൽ നാം അനുതപിക്കണം. എന്നാൽ സ്നേഹത്തോടെ സത്യം പറഞ്ഞതുകൊണ്ടും ശരിയായതിനെ പ്രതിരോധിച്ചതുകൊണ്ടും ക്രിസ്തുവിനോട് വിശ്വസ്തരായി തുടർന്നതുകൊണ്ടും ആണ് നിരസിക്കപ്പെട്ടതെങ്കിൽ നാം ധൈര്യം കൈവിടരുത്. യിരെമ്യാവ് നിരസിക്കപ്പെട്ടു. യേശു നിരസിക്കപ്പെട്ടു. ഫ്രാൻസിസ് നിരസിക്കപ്പെട്ടു. വിശുദ്ധരെല്ലാം നിരസിക്കപ്പെട്ടു. നിരസനം എപ്പോഴും പരാജയത്തിന്റെ അടയാളമല്ല, ചിലപ്പോൾ അത് വിശ്വസ്തതയുടെ വിലയാണ്. ആരുടെ അംഗീകാരത്തിനുവേണ്ടിയാണ് നാം ജീവിക്കുന്നത്? നമ്മുടെ ലോകം അംഗീകാരം തേടാൻ നമ്മെ പരിശീലിപ്പിക്കുന്നു. ഇന്ന് അംഗീകാരം ഒരു സംഖ്യയായി മാറിയിരിക്കുന്നു. ലൈക്കുകൾ, ഫോളോവേഴ്സ്, വ്യൂസ്, കമന്റുകൾ. ആരാണ് നമ്മെ അംഗീകരിക്കുന്നതെന്ന് കാണാൻ നാം ഫോൺ വീണ്ടും വീണ്ടും തുറന്നു നോക്കുന്നു. എന്നാൽ ഒരുപക്ഷേ ഓരോ പ്രഭാതത്തിലും നാം മറ്റൊരു ചോദ്യം ചോദിക്കണം: എത്ര പേർ എന്നെ ഇന്ന് ലൈക്ക് ചെയ്തു എന്നല്ല, കർത്താവേ, ഇന്ന് ഞാൻ അങ്ങയെ പ്രസാദിപ്പിച്ചോ എന്ന്. ആ ചോദ്യം എല്ലാം മാറ്റുന്നു. വിശുദ്ധ അവിലായിലെ തെരേസ വൈൻഗ്ലോറി എന്ന് വിളിച്ച ഒന്നിനെതിരെ മുന്നറിയിപ്പ് നൽകി, മനുഷ്യരുടെ പ്രശംസ രഹസ്യമായി ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നത്. വിശുദ്ധർ ഒരിക്കലും കൈയടിയാൽ പ്രേരിതരായിരുന്നില്ല, അവർ സ്നേഹത്താൽ പ്രേരിതരായിരുന്നു. അവർ ഒരു ലളിതമായ സത്യം മനസ്സിലാക്കി: മനുഷ്യരുടെ കൈയടിക്കുവേണ്ടി ഒരിക്കലും ദൈവത്തിന്റെ അംഗീകാരം കൈമാറരുത്. സ്നേഹം തിരസ്കാരത്തെ അതിജീവിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടതായി തോന്നുന്നുണ്ടാകാം. നിങ്ങളുടെ സത്യസന്ധത ഒരു സ്ഥാനക്കയറ്റം നഷ്ടപ്പെടുത്തിയിരിക്കാം. ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത നിങ്ങളെ ജനപ്രിയനല്ലാതാക്കിയിരിക്കാം. നിങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങൾ പോലും നിങ്ങളുടെ വിശ്വാസത്തെ പരിഹസിക്കുന്നുണ്ടാകാം. യേശുവിനെ ഓർക്കുക. അവൻ അനുഭവിച്ച ഏറ്റവും ആഴമേറിയ തിരസ്കാരം അപരിചിതരിൽ നിന്നല്ല, സ്വന്തം ജനത്തിൽ നിന്നാണ് വന്നത്. എന്നിട്ടും അവൻ സ്നേഹിക്കുന്നത് നിർത്തിയില്ല, ക്ഷമിക്കുന്നത് നിർത്തിയില്ല, തന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത് നിർത്തിയില്ല. കുരിശിൽ നിന്ന് പോലും അവൻ പ്രാർത്ഥിച്ചു: പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, കാരണം അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല. സ്നേഹം തിരസ്കാരത്തെക്കാൾ ശക്തമായി നിലനിന്നു. ദൈവത്തിനാണ് അവസാന വാക്ക്. നസറത്ത് യേശുവിനെ നിരസിച്ചു, എന്നാൽ നസറത്തിന് അവസാന വാക്ക് ഉണ്ടായിരുന്നില്ല. മതനേതാക്കൾ അവനെ നിരസിച്ചു, എന്നാൽ അവർക്ക് അവസാന വാക്ക് ഉണ്ടായിരുന്നില്ല. കുരിശ് അവനെ നിശബ്ദനാക്കിയതായി തോന്നി, കല്ലറ ആ നിശബ്ദത മുദ്രവയ്ക്കുന്നതായി തോന്നി. എന്നാൽ കുരിശിനോ കല്ലറയ്ക്കോ അവസാന വാക്ക് ഉണ്ടായിരുന്നില്ല. ഉയിർത്തെഴുന്നേൽപ്പിനായിരുന്നു അത്. അതാണ് നമ്മുടെ പ്രത്യാശ. നാം ക്രിസ്തുവിനോട് വിശ്വസ്തരായി തുടർന്നാൽ തിരസ്കാരത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അവസാന വാക്ക് ഉണ്ടാവുകയില്ല. ദൈവത്തിനാണ് എപ്പോഴും അവസാന വാക്ക്. അതുകൊണ്ട് ഇന്ന് എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ നിരസിക്കുന്നത് എന്ന് നാം ചോദിക്കാതിരിക്കാം. പകരം ആരുടെ അംഗീകാരത്തിനുവേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ചോദിക്കാം. കാരണം ഒരു ദിവസം എല്ലാ കൈയടിയും മാഞ്ഞുപോകും, എല്ലാ വിമർശനവും മറക്കപ്പെടും, എല്ലാ മനുഷ്യാഭിപ്രായവും കടന്നുപോകും. ഒരു ശബ്ദം മാത്രം അവശേഷിക്കും. ആ ശബ്ദം ഇപ്രകാരം പറയുന്നത്: നാം ഓരോരുത്തരും കേൾക്കട്ടെ. നല്ലതു വിശ്വസ്തനായ ദാസ, നിന്റെ കർത്താവിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. ആമേൻ.